റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളുടെ മോചനത്തിന് പ്രതീക്ഷയുടെ വഴിയൊരുങ്ങുന്നു. ജെയിനും ബിനിലും എന്നീ മലയാളികളുടെ തിരിച്ചറിയൽ രേഖകൾ ഉടനടി നൽകാൻ റഷ്യൻ എംബസി നിർദ്ദേശം നൽകി. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഇവരുടെ മോചനവുമായി റഷ്യൻ എംബസിയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ എംബസിയുടെ ഇടപെടൽ. തൃശൂർ സ്വദേശികളായ ജെയിനും ബിനിലുമാണ് റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയത്. ഇവരുടെ മോചനത്തിനായി കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ നേരിട്ട് ഇടപെടുകയായിരുന്നു. ഇക്കാര്യം റഷ്യൻ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങളുമായി കത്തോലിക്ക ബാവ നേരത്തെ സംവാദം നടത്തിയിരുന്നു. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി ഇരുവരും 8 മാസമായി റഷ്യ യുക്രൈൻ അതിർത്തിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കുട്ടനല്ലൂർ തോലത്ത് വീട്ടിൽ ബാബുവിന്റെയും ലൈസയുടെയും മകനാണ് ബിനിൽ. ബന്ധുക്കൾ നോർക്ക വഴിയും ഇന്ത്യൻ എംബസി വഴിയും യുവാക്കളെ നാട്ടിലെത്തിക്കാൻ ഓഗസ്റ്റ് മുതൽ ശ്രമം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഒരു സഹായവും ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ബാവയുടെ ഇടപെടൽ. മന്ത്രിമാർക്കും എംപിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അപേക്ഷകൾ നൽകിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് പോളണ്ടിലേക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകന്ന ബന്ധു വഴി റഷ്യയിലെത്തിയത്. വിസയുടെ കാര്യങ്ങളുമായി അവസാന ഘട്ടത്തിലെ തയ്യാറെടുപ്പിലാണ് ഇവർ റഷ്യയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയത്. മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള പറക്കം പാച്ചിലിൽ ചതിയിൽപ്പെടുകയായിരുന്നു രണ്ടുപേരും. നിർബന്ധപൂർവ്വം യുദ്ധമുഖത്തേക്ക് ജോലിക്ക് നിയോഗിക്കുന്നതായിരുന്നു ജെയിൻ അവസാനമായി അമ്മയെ വിളിച്ചറിയിച്ചത്. കൂലിപ്പട്ടാളത്തിൽ പരിശീലനത്തിനാണ് ആദ്യം നിയോഗിച്ചത്. പിന്നീട് യുദ്ധഭൂമിയിൽ ഭക്ഷണം എത്തിക്കലും ട്രഞ്ച് നിർമ്മിക്കലുമായി ജോലി. യുദ്ധഭൂമിയിലേക്ക് നേരിട്ട് നിയോഗിക്കലാണ് അടുത്ത ഘട്ടമെന്നാണ് കഴിഞ്ഞ ദിവസം ജെയിൻ പറഞ്ഞത്. തുടർന്ന് വിളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും അറിയിച്ചു. ബിനിൽ 4 മാസം പ്രായമുള്ള മകനെ കണ്ടിട്ടില്ല. കൊച്ചിയിൽ മെക്കാനിക്കായിട്ടാണ് ജെയിൻ ജോലി ചെയ്തിരുന്നത്. ബിനിൽ ഇലക്ട്രീഷ്യനാണ്. ഒമാനിലായിരുന്നു ജോലി. ശമ്പളം മുടങ്ങാൻ തുടങ്ങിയതോടെ 4 മാസം മുൻപ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. രണ്ടുപേരെയും ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന് ധരിപ്പിച്ചാണ് റഷ്യയിൽ എത്തിച്ചത്. പിന്നീടാണ് ചതിയിൽ കുടുക്കിയത്. പിന്നീട് ഇവരെ യുദ്ധമുഖത്തേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടേയിരുന്നു. പോകാനും അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞത്. അങ്ങനെ അമ്മ എല്ലാവരുടെയും സഹായം തേടുകയായിരുന്നു. മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കത്തോലിക്ക ബാവ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഇരുവർക്കും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. റഷ്യൻ പ്രതിനിധികളെ നേരിട്ട് വിവരം അറിയിച്ചു കഴിഞ്ഞു കത്തോലിക്ക ബാവ.